12-ാമത്തെ ശ്ലോകം മുതൽ ആരംഭിക്കാം. ദൂരത്വാദ്രക്ഷചക്രസ്യ കരാളത്വാൻ മഹാഗിരേഃ ക്വചിത്തമഃ ക്വചിത്തേജസ്തത്രൈവാചത്വരേപി ച. ദൂരത്വാത് ഋക്ഷചക്രസ്യ, ഋക്ഷചക്രം, ഋക്ഷ എന്നുള്ള വാക്കിന് നക്ഷത്രം എന്നാണ് അർത്ഥം. നക്ഷത്രചക്രം എന്ന് പറഞ്ഞാൽ നക്ഷത്ര സമൂഹം, നക്ഷത്രമണ്ഡലം. നക്ഷത്രചക്രത്തിൻ്റെ ദൂരം കാരണമായിട്ട് എന്ന് പറഞ്ഞാൽ വളരെ അകലത്ത് നക്ഷത്ര സമൂഹം സ്ഥിതി ചെയ്യുന്നത് കൊണ്ടും, കരാളത്വാത് മഹാഗിരേഹ്, മഹാഗിരി മഹാമേരു പർവ്വതം, ആ മഹാമേരു പർവ്വതം ശ്യാമവർണ്ണത്തോടു കൂടിയതായതുകൊണ്ടും, ക്വചിത് തമഹ ക്വചിത് തേജഃ, ചില സ്ഥലങ്ങളിൽ ഇരുട്ടും ചില സ്ഥലങ്ങളിൽ പ്രകാശവും, തത്രൈവാചത്വരേപിച, ഈ മഹാമേരുവിൻ്റെ പരിസരങ്ങളിൽ ചില ഭാഗം പ്രകാശമയമായി കാണപ്പെടുന്നു, ചില ഭാഗത്ത് ഇരുട്ടാണ്. പ്രശ്നദ്വയോത്തരേ സമാപ്തേ തൃതീയ പ്രശ്നോത്തരം ആരഭത്തെ ആലോകാലോകമിതി. രാമൻ്റെ ആദ്യത്തെ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. അതായത് ഈ ഭൂമി എങ്ങനെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അത് ചലിക്കുന്നതായിട്ട് ചിലർ പറയുന്നു, ചിലർ പറയുന്നത് അത് ചലിക്കാതെ നിശ്ചലമായിരിക്കുന്നു എന്ന്, ചിലർ മുകളിലേക്കാണ് ഭൂമി പോയിക്കൊണ്ടിരിക്കുന്നത്, ചിലർ പറയുന്നത് നിരന്തരം താഴോട്ട് പതിക്കുകയാണ് ഭൂമി. ഈ 2 ചോദ്യം, ഇത് രണ്ടും എങ്ങനെ അല്ലെങ്കിൽ എന്താണ്, ആ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഇനി 3-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് പറയുന്നത്. കഥം ഋക്ഷഗണോ യാതി, ഈ നക്ഷത്ര മണ്ഡലം എങ്ങനെയാണ് ഭ്രമണം ചെയ്യുന്നത്, ലോകാലോകം എന്ന പർവ്വതം അതെന്താണ്, അതിന് എന്തുകൊണ്ട് ആ പേര് ലഭിച്ചു. അവസാനത്തെ 2 ചോദ്യങ്ങൾക്കും കൂടെ മറുപടി കിട്ടിയാൽ ഈ സർഗം നമുക്ക് അവസാനിപ്പിച്ചിട്ട് ജൂൺ 1-ാം തീയതി വീണ്ടും തുടങ്ങാം. ലോകാലോക ഗിരേഫ് വാരെ, അതിനു മുമ്പ് ഈ 12-ാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം കൂടെ വായിക്കാം. തസ്യ ലോകാലോക പ്രശ്നദ്വയോത്തരേ സമാപ്തേ, 2 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ് തീർന്നതുകൊണ്ട് 3-ാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം പറയാൻ ആരംഭിക്കുന്നു. ആലോകാലോകമിതി ഇയം ഭൂഹു ആലോകാലോകം ലോകാലോകം അഭിവ്യാപ്യ സ്ഥിത താവത്യേവ. ഈ ഭൂമി എന്ന് പറയുന്നത് ലോകാലോക പർവ്വതത്തിൻ്റെ പരിസരത്തിലാണ്. എന്ന് പറഞ്ഞാൽ ലോകാലോക പർവ്വതത്തെ ചുറ്റിയാണ്, അതിനു ചുറ്റുമാണ് ഈ ഭൂമി സ്ഥിതി ചെയ്യുന്നത്. അഥ തദനന്തരം നഭോരൂപം ഘാതം ഗർത്തഃ വലയാകാരഃ. ഈ ലോകാലോക പർവ്വതത്തെ ചുറ്റി ഭൂമി, ഈ ഭൂമിയുടെ 4 ഭാഗത്തും അനന്തമായ ആകാശമാകുന്ന ഗർത്തം, വലയാകാരത്തിൽ, വളയം പോലെ എന്ന് പറഞ്ഞാൽ ഇതൊന്നും ലീനിയർ അല്ല, ചതുരാകൃതിയിലോ നീളത്തിലോ അല്ല, പല വളയങ്ങൾ പോലെയാണ് നമ്മുടെ ശാസ്ത്രങ്ങളിൽ മലകളെയും പർവ്വതങ്ങളെയും ദ്വീപുകളെയും ഒക്കെ വർണ്ണിക്കുന്നത്. നമ്മുടെ സങ്കല്പത്തിലുള്ള ദ്വീപുകളോ പർവ്വതങ്ങളോ കടലുകളോ അല്ല, വൃത്താകൃതിയിലുള്ള കടൽ, ആ കടലിനെ ചുറ്റി വൃത്താകൃതിയിലുള്ള ഒരു ദ്വീപ്, അതിനെ ചുറ്റി അടുത്ത കടൽ. അങ്ങനെ ഒന്ന് ഭൂമിയിൽ കാണാൻ പറ്റില്ല. ഭൂമിയിൽ കടലിൽ ഉയർന്നു കാണപ്പെടുന്ന ചില പ്രദേശങ്ങളാണ് ദ്വീപുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. വൃത്താകൃതിയിലുള്ള കടലോ വൃത്താകൃതിയിലുള്ള ദ്വീപോ ഇല്ല. ദ്വീപിനെ ചുറ്റി കടൽ, കടലിനെ ചുറ്റി ദ്വീപ്, അതിനെ ചുറ്റി വീണ്ടും കടൽ, അതിനു ചുറ്റും അടുത്ത ദ്വീപ്, ഇങ്ങനെ വളയങ്ങൾ പോലെ. അതൊരിക്കലും നമുക്ക് ഭൂമിയിൽ കാണാൻ പറ്റില്ല. അപ്പോൾ ഈ ലോകാലോക പർവ്വതത്തെ ചുറ്റി സ്ഥിതി ചെയ്യുന്നതാണ് ഭൂമി. ആ ഭൂമിക്ക് ചുറ്റും അനന്തമായി വ്യാപിച്ചു നിൽക്കുന്ന കുഴി പോലെയുള്ള ശൂന്യാകാശം. ആ ആകാശം തന്നെ വൃത്താകൃതിയിലാണ് കാണപ്പെടുന്നത് എന്നാണ്.
ചുറ്റിയിരിക്കുകയാണ് ഭൂമിക്ക് ചുറ്റും. ഏത് ദിക്കിലേക്ക് പോയാലും ശൂന്യാകാശം മാത്രം. തത്രച മഹത് തമഹ, അവിടെ കൂരിരുട്ടാണ്. തത്രൈകാർണവാകാരം, ഒരു കടൽ പോലെ. കടൽ എങ്ങനെയാണോ മറുകര കാണാൻ പറ്റാത്ത രീതിയിൽ വ്യാപിച്ചിരിക്കുന്നത്, അതുപോലെ ഇരുട്ടിൻ്റെ ഒരു കടലാണ് ഈ ഭൂമിക്ക് ചുറ്റും. ക്വചിത് ക്വചിതിത്യുക്തയ തച്ഛൃംഗദ്വയാന്തരാള ഈഷത് സൗരാലോക പ്രവേശോപ്യസ്തീതി ഗമ്യത്തെ. അവിടെയായിട്ട് ഇരുട്ട് കാണപ്പെടുന്നു, ചില സ്ഥലങ്ങളിൽ പ്രകാശം. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, തച്ഛൃംഗദ്വയാന്തരാള, ഈ രണ്ട് പർവ്വതങ്ങളുടെയും എന്ന് പറഞ്ഞാൽ മഹാമേരു പർവ്വതത്തിൻ്റെയും ലോകാലോക പർവ്വതത്തിൻ്റെയും ശൃംഗം, കൊടുമുടി, ആ കൊടുമുടികളുടെ ഇടയ്ക്ക് ഒരല്പം സൗരാലോകം, സൂര്യപ്രകാശം കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ആ ഭാഗത്ത് മാത്രം പ്രകാശം കാണപ്പെടുന്നു, മറ്റ് ഭാഗത്തൊക്കെ ഇരുട്ടാണ്. തസ്യ ലോകാലോകനാമ പ്രവൃത്തൗ നിമിത്തമാഹ. അടുത്തത് പറയുന്നത് ഈ പർവ്വതത്തിന് ലോകാലോക പർവ്വതം എന്ന പേര് എങ്ങനെ ലഭിച്ചു എന്നാണ്. അതിന് കാരണം എന്താണ്? ദൂരത്വാദിതി വൃക്ഷചക്രസ്യ നക്ഷത്രചക്രസ്യ ഘാതാത് പരതഃ പരിവർത്തിനഃ അതിദൂരത്വാത് ഗിരേശ്ച കരാളത്വാത് കദാചിത് ഏകഭാഗേ തമഃ. നക്ഷത്രമണ്ഡലം അത് ഭൂമിയുടെ രണ്ട് ധ്രുവങ്ങളുടെയും അടുത്താണ്. ഉത്തരധ്രുവത്തിൻ്റെയും ദക്ഷിണധ്രുവത്തിനും തൊട്ട് മുകളിലായി ആകാശത്തിൽ കാണപ്പെടുന്നതാണ് ഈ നക്ഷത്രമണ്ഡലം. അപ്പോൾ ആ നക്ഷത്ര ചക്രത്തിൻ്റെ ഘാതാത് പരതഃ, അതിനും അപ്പുറത്ത് ഈ നക്ഷത്ര ചക്രം എന്ന് പറഞ്ഞാൽ ഈ നക്ഷത്രമണ്ഡലം സ്ഥിരമായിട്ട് നിൽക്കുകയല്ല, ഇവ ഇങ്ങനെ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ നക്ഷത്ര സമൂഹം ഒന്നാകെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിദൂരത്വാത് ഗിരേശ്ച, അപ്പോൾ ഇത് ഉത്തരധ്രുവത്തിൻ്റെയും ദക്ഷിണധ്രുവത്തിൻ്റെയും മുകളിലാണ് എന്ന് പറയുമ്പോൾ വളരെ അടുത്താണ് എന്ന് വിചാരിക്കേണ്ട, മുകളിലായി കാണപ്പെടുന്നു എന്നേ അർത്ഥമുള്ളൂ. വാസ്തവത്തിൽ നക്ഷത്രമണ്ഡലം രണ്ട് ധ്രുവങ്ങളിൽ നിന്നും വളരെ അകലെയാണ്. അങ്ങനെ ദൂരം കാരണമായിട്ടും ഗിരേശ്ച കരാളത്വാത്, ഈ ലോകാലോക പർവ്വതം ശ്യാമവർണ്ണത്തോടു കൂടിയതായതുകൊണ്ടും ചില സ്ഥലങ്ങളിൽ ഇരുട്ട് കാണപ്പെടുന്നു. ചത്വരശബ്ദേന അധിത്യക ഗൗണ്യാവൃത്യോച്യത്തെ. ഈ ലോകാലോക പർവ്വതത്തിൻ്റെ മുറ്റം എന്ന് പറയുന്നത് അതിൻ്റെ താഴ്വരയാണ്. വീടിൻ്റെ മുറ്റം എന്ന് പറയുന്ന പോലെ പർവ്വതത്തിൻ്റെ മുറ്റം എന്ന് പറഞ്ഞാൽ പർവ്വതത്തിൻ്റെ താഴ്വര. ആ പർവ്വതത്തിൻ്റെ താഴ്വരയാണ് ചത്വരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ചത്വര പ്രദേശത്ത്, താഴ്വര ഭാഗത്ത് ചില സ്ഥലങ്ങളിൽ ഇരുട്ടും ചില സ്ഥലങ്ങളിൽ പ്രകാശവുമാണ്. ആ ചത്വരേധിത്യകാപര്യന്തേ ക്വചിത് ഭാഗേ തേജോപി ചേതി സ ലോകാലോകാഖ്യ ഇത്യർത്ഥഃ. ഇങ്ങനെ ഇരുളും വെളിച്ചവും കലർന്നിരിക്കുന്നത് കൊണ്ട് ഈ പർവ്വതത്തിന് ലോകാലോക പർവ്വതം എന്ന പേര് ലഭിച്ചു. അതിനുള്ള കാരണമാണ് പറഞ്ഞത്. ഈ പർവ്വതത്തിൻ്റെ നിറം ശ്യാമവർണ്ണമാണ്, കറുപ്പല്ല. നീലഗിരി എന്ന് പറഞ്ഞാൽ നീല നിറത്തിൽ പർവ്വതമുണ്ടോ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ നീല നിറം അതിനകത്തുണ്ട്, അതുകൊണ്ടാണ് അതിന് നീലഗിരി. ഈ പർവ്വത പ്രദേശങ്ങളിലാണ് തേയില കൃഷി നടത്തുന്നത്. പർവ്വതത്തിൻ്റെ ചരിവുകളിലാണ് തേയില കൃഷി ചെയ്യുന്നത്. തേയിലയുടെ പരസ്യമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു കുന്ന് കാണിക്കും, ആ കുന്നിൻ്റെ ചരിവിൽ ഇങ്ങനെ വളർന്നു നിൽക്കുന്ന തേയിലച്ചെടികൾ. ഇവിടെ തന്നെ ഉണ്ടല്ലോ കണ്ണൻ ദേവൻ. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? കണ്ണൻ ദേവൻ എന്നുള്ള സ്പെല്ലിങ്ങിൽ KANNAN ഇല്ല, KANAN ഉള്ളൂ. പലരും ശ്രദ്ധിച്ച് കാണത്തില്ല. കണ്ണൻ അല്ലെങ്കിൽ കാനൻ, എങ്ങനെ വേണമെങ്കിലും പറയാം. എന്തായാലും കണ്ണനല്ല,
പക്ഷെ മലയാളത്തിൽ പറയുമ്പോൾ കണ്ണൻ ദേവൻ, ഇണ്ണ എന്ന് പറയാൻ ആ ഉച്ചാരണം കിട്ടണമെങ്കിൽ ഡബിൾ എന്നെ എഴുതണ്ടേ, രണ്ടെന്നെ എഴുതണ്ടേ? ഇല്ല. ഇനിയിപ്പോൾ കണ്ണൻ ദേവൻ്റെ സ്പെല്ലിങ് അവർ തെറ്റിച്ചെഴുതിയതാണോ, അല്ലെങ്കിൽ കണ്ണൻ അല്ലെങ്കിൽ കാണൻ എന്നുള്ളതിനെ കണ്ണൻ എന്ന് നമ്മൾ തെറ്റായി ഉച്ചരിക്കുന്നതാണോ? ആർക്കറിയാം? നമുക്ക് സംഭവം മനസ്സിലാകണം. അപ്പോൾ ഈ ശ്യാമവർണ്ണത്തോടു കൂടിയ പർവ്വതമായതുകൊണ്ടാണ് പല ഭാഗത്തും ഇരുട്ട് കാണപ്പെടുന്നത്. ഇടയ്ക്ക് സൂര്യപ്രകാശം കടന്നു വരുന്നുമുണ്ട് ഈ മഹാമേരുവിൻ്റെ ശൃംഗത്തിൽ. അതുകൊണ്ട് പ്രകാശവും ഇരുളും കലർന്ന ഒരു പർവ്വതമായതുകൊണ്ട് ഇതിന് ലോകാലോക പർവ്വതം. ചില സ്ഥലങ്ങളിൽ പ്രകാശം, മറ്റ് സ്ഥലങ്ങളിൽ ഇരുട്ട്. ഇനി 13-ാമത്തെ ശ്ലോകം വായിക്കാം. ലോകാലോകഗിരേഃ പാരേ സ്ഥിതാദാകാശമണ്ഡലാത് ദശദിക്കം സുദൂരേണ ഋക്ഷചക്രം വിവർത്തതേ. ഈ ലോകാലോക പർവ്വതത്തിനും അപ്പുറം സ്ഥിതാദാകാശമണ്ഡലാത്, ലോകാലോക പർവ്വതത്തിൻ്റെ അപ്പുറത്ത് അനന്തമായ ആകാശം വ്യാപിച്ചു കിടക്കുന്നു. ആ ആകാശത്തിന് അപ്പുറത്താണ് 10 ദിക്കുകളും നിറഞ്ഞു നിൽക്കുന്ന, എന്ന് പറഞ്ഞാൽ നക്ഷത്ര മണ്ഡലത്തെയാണ് പറയുന്നത്. അപ്പോൾ അതൊരു പ്രത്യേക ഭാഗത്ത് മാത്രമല്ല, വൃത്താകൃതിയിൽ അല്ലെങ്കിൽ ഒരു മണ്ഡലത്തിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്നു. എന്ത്? ഋക്ഷചക്രം. അത് വൃത്താകൃതിയിലാണ്. അനേകം നക്ഷത്രങ്ങൾ ചേർന്ന ഒരു കൂട്ടം, ഒരു സമൂഹം. ദശദിക്കം സുദൂരേണ, അത് വളരെ ദൂരെയാണ് കാണപ്പെടുന്നത്. ആ ഋക്ഷചക്രം വിവർത്തതേ. വിവർത്തതേ എന്ന് പറഞ്ഞാൽ അത് സ്ഥിരമായി നിൽക്കുകയില്ല, വട്ടത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ചക്രം പോലെ. ഋക്ഷചക്രം അത് സദാ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. അവസാനം പറയും ഇതൊന്നും ഇല്ല രാമാന്ന്, ഇതൊക്കെ ചിത്തിൻ്റെ സങ്കല്പത്തിനനുസരിച്ച് കാണപ്പെടുന്നു. ദൂരത്വമേവ ദർശയതി ലോകാലോകേതി വിവർത്തതേ പരിഭ്രമതി. അതിൻ്റെ അർത്ഥം നമ്മൾ വായിച്ചു കഴിഞ്ഞതാണ്. ആപാതാളദിവോ നദ്ധമൃക്ഷചക്രം തദംബരേ ദശദിക്കം പ്രസരതി പതദൂർധ്വാദ്രതേഭിതഃ. ആപാതാളദിവഃ, പാതാളം മുതൽ സ്വർഗം വരെ. നദ്ധം, നദ്ധം എന്ന് പറഞ്ഞാൽ കെട്ടപ്പെട്ടത്. കെട്ടപ്പെട്ടത് എന്ന് പറഞ്ഞാൽ കയറുകൊണ്ടോ മറ്റും കെട്ടിയിട്ടില്ല, ഒരു ഗ്രൂപ്പായിട്ട് സഞ്ചരിക്കുന്നത്. ഈ ഭൂമി സഞ്ചരിക്കുമ്പോൾ ഈ നക്ഷത്രമണ്ഡലവും ആ ഭൂമിയോടൊപ്പം ചലിക്കുന്നു. അപ്പോൾ കെട്ടപ്പെട്ടതുപോലെയാണ്. ഇവ തമ്മിൽ ബന്ധിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നും. നദ്ധം ഋക്ഷചക്രം തദംബരെ, ആകാശത്തിൽ ഈ ഭൂമിയുമായി ബന്ധിക്കപ്പെട്ടതുപോലെ ഋക്ഷചക്രം അല്ലെങ്കിൽ നക്ഷത്രമണ്ഡലം കാണപ്പെടുന്നു. ദശദിക്കം പ്രസരതി, 10 ദിക്കിലും അത് പ്രസരിക്കുന്നു എന്ന് പറഞ്ഞാൽ വൃത്താകൃതിയിലാണ് അത് കാണപ്പെടുന്നത്. പതദൂർധ്വാധൃതേഭിതഃ, അത് മുകളിലും താഴെയും വശങ്ങളിലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഇതെന്ത് നക്ഷത്രമണ്ഡലമാണത്? മുകളിലും താഴെയും വശങ്ങളിലും ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഭൂമിയെ വിട്ട് അത് അകന്നു പോകുന്നില്ല ആ നക്ഷത്രമണ്ഡലം. വ്യാഖ്യാനത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം നമുക്ക്. അഥ ഊർധ്വം ച കിയദ്വിസ്തൃതം തത്രാഹ, മുകളിൽ എത്ര ദൂരം വ്യാപിച്ചിരിക്കുന്നു ഈ നക്ഷത്രമണ്ഡലം എന്ന് ചോദിച്ചാൽ ആപാതാള ദിവൈതി സർവോർധ്വാധ്രുവാദൃതേ അന്യത് സർവം പതത് ഭ്രമത്. ധ്രുവമൊഴികെ, 2 ധ്രുവങ്ങൾ ഒഴികെ മറ്റുള്ളതെല്ലാം താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്നു. ധ്രുവങ്ങൾ മാത്രം മുകളിലേക്കാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ധ്രുവങ്ങൾ ഭൂമിയിൽ നിന്ന് അകന്നു പോകുന്നുണ്ടോ? അതല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഈ വസിഷ്ഠ മഹർഷി ശരിക്കും ഈ വിവരണം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വാസ്തവത്തിൽ വ്യക്തമല്ല.
ഈ വ്യാഖ്യാനമൊക്കെ ഉണ്ടെങ്കിലും എന്തിനാണിത്? നക്ഷത്രമണ്ഡലം മുകളിൽ കറങ്ങുന്നു, അത് മുകളിലും താഴെയും ഭൂമിയുടെ വശങ്ങളിലുമായി സഞ്ചരിക്കുന്നു, അത് ഭൂമിയിൽ നിന്ന് വളരെ അകലെയാണ്, ഇങ്ങനെയൊക്കെ വർണ്ണിക്കുന്നു. അപ്പോൾ സർവോർധ്വാത് ധ്രുവാതൃതേ, ഏറ്റവും മുകളിലാണ് ധ്രുവം കാണപ്പെടുന്നത്. ആ ധ്രുവപ്രദേശം ഒഴിച്ച് മറ്റുള്ളതെല്ലാം താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ധ്രുവപ്രദേശത്തിൻ്റെ മുകളിലാണ് നക്ഷത്രമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്, അതും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭൂലോകമേവ പാതാളയുതം നക്ഷത്രമണ്ഡലം പര്യേതി ലോകാലോകാന്തേ നാന്യച്ചിത്കൽപ്പനാച്ചതത്. ഭൂലോകം എന്ന് പറഞ്ഞാൽ പാതാളവും അതിൽ ഉൾപ്പെടും. ഈ ഭൂമിയെ ചുറ്റിത്തിരിയുന്ന ഭൂമിയുടെ മുകൾ ഭാഗത്തുള്ള നക്ഷത്രമണ്ഡലവും ഉൾപ്പെടും. പക്ഷേ ഇവ തമ്മിൽ ബന്ധിക്കപ്പെട്ടിട്ടില്ല. അദൃശ്യമായ ചരട് കൊണ്ട് കെട്ടപ്പെട്ടതുപോലെയാണ് മൊത്തത്തിലുള്ള ഇവയുടെ സഞ്ചാരം. ഇവ ചേർന്നാണ് സഞ്ചരിക്കുന്നത്. പര്യേതി ലോകാലോകാന്തേ, ഇവ ലോകാലോക പർവ്വതത്തെ ചുറ്റി സഞ്ചരിക്കുന്നു. ഇതെല്ലാം രാമ ചിത്തിൻ്റെ കൽപ്പന മാത്രമാണ്, ഭ്രമം മാത്രമാണ്. അങ്ങനെ കാണപ്പെടുന്നു. ഭ്രമിക്കുന്നവർക്ക് ഇതൊക്കെ വാസ്തവമാണ് എന്ന് തോന്നും. ഇത് ചിത്തിൻ്റെ കൽപ്പനയല്ലാതെ മറ്റൊന്നുമല്ല. ഇതം നക്ഷത്രമണ്ഡലം പാതാളസഹിതം കൃത്സ്നം ഭൂലോകം പര്യേതി പ്രദക്ഷിണീകരോതി. നക്ഷത്രമണ്ഡലങ്ങളോടും പാതാള ലോകത്തോടും കൂടിയ ഈ മൊത്തം ഭൂമി, നമ്മൾ ഭൂമി വേറെ, പാതാളം വേറെ, സ്വർഗലോകം വേറെ, ഇങ്ങനെ മൂന്നായിട്ടാണല്ലോ തിരിച്ചിരിക്കുന്നത്. ഇത് മുഴുവൻ ഒറ്റ യൂണിറ്റാണ് എന്നാണ്, ഒരു സിംഗിൾ യൂണിറ്റായിട്ടാണ് ഇവ കറങ്ങുന്നത്. നക്ഷത്രമണ്ഡലത്തോടും പാതാളത്തോടും കൂടിയ ഈ ഭൂലോകം പ്രദക്ഷിണം ചെയ്യുന്നു, സൂര്യനെ ചുറ്റി വരുന്നു. സൂര്യനല്ല, ഇവിടെ സൂര്യനെക്കുറിച്ചല്ല പറയുന്നത്, ഒരു പർവ്വതത്തെയാണ് ഈ ഭൂമി ചുറ്റി വരുന്നത്. അതിനെയാണ് ലോകാലോക പർവ്വതം എന്ന് പറയുന്നത്. നാന്യച്ചിത് കൽപ്പനാച്ചതത്, ചിത്തിൻ്റെ കൽപ്പനയല്ലാതെ, ഭ്രമമല്ലാതെ മറ്റൊന്നുമല്ല ഈ കാഴ്ച. തത്ര ചിത് കൽപ്പനാതന്യത് ന, വെറും ഭ്രമമെന്നർത്ഥം. ഒന്ന് മറ്റൊന്നിനെ ചുറ്റുന്നു, അത് വേറൊന്നിനെ ചുറ്റുന്നു, എല്ലായിടത്തും ചുറ്റലാണ്. ഇതൊന്നും കൂടാതെ ഭൂമിയിൽ മനുഷ്യരും വട്ടം കറങ്ങുന്നു. അപ്പോൾ ഇതൊന്നും വാസ്തവമല്ല രാമ, ഭ്രമത്തിനകത്ത് കാണപ്പെടുന്ന കുറേ കാഴ്ചകൾ മാത്രമാണ് ഇവ. സാലോകാലോക ഭൂലോക ദ്വിഗുണാത് ഖാദനന്തരം പക്വാക്ഷോടസ്യ ഭിസ്സേവ സ്ഥിതം നക്ഷത്രമണ്ഡലം. ഇപ്പം എത്രയായി? ലോകാലോക പർവ്വതം, അതിനെ ചുറ്റുന്ന ഭൂമി, അതിനെ ചുറ്റി ഉള്ള ശൂന്യാകാശം. ഈ ഭൂമിയെ ചുറ്റിയുള്ള ശൂന്യാകാശം എത്രയുണ്ടെന്ന് ചോദിച്ചാൽ, ഭൂമി എത്ര ദൂരം വ്യാപിച്ചിരിക്കുന്നോ, എത്ര കണ്ട് വലുതാണോ, അതിൻ്റെ ഇരട്ടി ആകാശം ഭൂമിക്ക് ചുറ്റുമുണ്ട്. ഏരിയ വൈസ് നോക്കുമ്പോൾ, വിസ്തീർണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഭൂമിയുടെ വിസ്തീർണത്തിൻ്റെ ഇരട്ടി വിസ്തീർണമാണ് ഭൂമിക്ക് ചുറ്റുമുള്ള ശൂന്യാകാശത്തിന്. ഇതെല്ലാം എങ്ങനെയെന്ന് ചോദിച്ചാൽ, അടുത്തടുത്ത് ഒന്നിൻ്റെ ഉള്ളിൽ വേറൊന്ന് എന്ന പോലെ വളരെ ക്ലോസായിട്ട് സഞ്ചരിക്കുന്നവയാണ്. ഏതുപോലെ? പക്വാക്ഷോടസ്യ ഭിസ്സേവ. ആക്ഷോടം എന്ന് പറയുന്നത് ഡിക്ഷണറിയിൽ നോക്കിയപ്പോൾ അത് ആ വാക്കിന് കൊടുത്തിരിക്കുന്ന അർത്ഥം കാട്ട് കാപ്പി എന്നാണ്. ഇങ്ങനൊരു സാധനം കേട്ടിട്ടുണ്ടോ? കാട്ട് കാപ്പി ഒരു ചെടിയുടെ പേരാണ്. അതിൻ്റെ കായാണ് ആക്ഷോടം. പക്വ ആക്ഷോടം എന്ന് പറഞ്ഞാൽ നല്ല പാകം വന്ന ഈ ചെടിയുടെ കായ, നല്ല മുറ്റിയ കായ എന്നർത്ഥം. പിന്നെ ആക്ഷോടം എന്നുള്ളതിന് മറ്റൊരർത്ഥം പറയുന്നുണ്ട്, മലയുഗ മരം. ഇത് ഈ പേരൊക്കെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? സസ്യശാസ്ത്രജ്ഞന്മാരുടെ, ബോട്ടണിസ്റ്റിനോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ആയുർവേദ കോളേജിൽ പഠിപ്പിക്കുന്ന ലെക്ചറർമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കാണ് ഈ
മരങ്ങളെയും ചെടികളെയും കുറിച്ചൊക്കെ പഠിക്കാനുള്ളത്. എല്ലാമല്ല, എന്നാലും കുറേ കാര്യങ്ങൾ അവർക്കറിയാം, അവർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. ഇപ്പോൾ എന്തായാലും ഈ രണ്ട് സാധനവും നമ്മൾ കണ്ടിട്ടില്ല. കാട്ടു കാപ്പി അതിൻ്റെ കുരു പോലെയോ അല്ലെങ്കിൽ മലയുഗ മരത്തിൻ്റെ കാ പോലെയോ ആണ് നക്ഷത്രമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. തൽക്കാലം അതിൻ്റെ ഇതൊന്നും മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് നമുക്ക് ഇതിനെയൊന്നും കുറിച്ച് കൂടുതൽ തല പുണ്ണാക്കേണ്ട കാര്യമില്ല. അവസാനം ഒന്നും ഇല്ല എന്ന് പറയാൻ പോവുകയാണ്. അപ്പോൾ പിന്നെ ഇതിനെയൊന്നും കൂടുതൽ വർണ്ണിച്ചിട്ട് കാര്യവുമില്ല. പക്വം ആക്ഷോടഫലസ്യ ഭിസ്സ ബീജധാര ആവരണഭാഗയേവ. പക്വമായ ആക്ഷോട ഫലത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെ വിത്തുകൾ നിറഞ്ഞു നിൽക്കുന്ന, വിത്തുകളെ ആവരണം ചെയ്തിട്ടുള്ള ഭാഗം പോലെയാണ് ഈ നക്ഷത്രമണ്ഡലം കാണപ്പെടുന്നത്. ദ്വിഗുണാനഭസസ്തസ്മാദ്രക്ഷചക്രസ്യ പുഷ്ടത ദശദിക്കം വിസരതോ ബിൽവത്വക് സദൃശസ്ഥിതേ. ഇനി ഈ നക്ഷത്രമണ്ഡലത്തിന് ചുറ്റും എന്താണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഇരട്ടി വിസ്തീർണമുള്ള വ്യാപകതയുള്ള ശൂന്യാകാശം. എല്ലാം ആകാശമാണ്. ഇപ്പോൾ ഈ ആകാശത്തിന് എന്തിനാണ് രണ്ടരട്ടി വിസ്തീർണം, മൂന്നിരട്ടി വിസ്തീർണം എന്നൊക്കെ എന്തിനാ പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഈ ആകാശത്തിൻ്റെ വ്യാപ്തി പോലും ചില സ്ഥലങ്ങളിൽ പരിമിതമാണ്. അതിനപ്പുറത്ത് മറ്റൊരാകാശമാണ് എന്നാണ് വസിഷ്ഠ മഹർഷി പറയുന്നത്. നമ്മൾ വിചാരിക്കുന്ന ആകപ്പാടെ എല്ലാം കൂടെ ചേർന്ന് ഒറ്റ ആകാശം, ശൂന്യാകാശം എന്നല്ലേ. പക്ഷേ അങ്ങനെയല്ല. ആ ആകാശത്തിലും ചില അതിർത്തികൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ നക്ഷത്രമണ്ഡലത്തിന് അപ്പുറത്തുള്ള ആകാശം നക്ഷത്രമണ്ഡലത്തിൻ്റെ വിസ്തീർണത്തിൻ്റെ ഇരട്ടി വിസ്തീർണമുള്ളതാണ്. തസ്മാത് വൃക്ഷചക്രസ്യ പുഷ്ടത. തസ്മാത് ഭൂലോകദ്വിഗുണാത് നഭസഃ വൃക്ഷചക്രസ്യ ദ്വിഗുണാ പുഷ്ടത അന്തർദള വിസ്താര. ഭൂലോകത്തിൻ്റെ ഇരട്ടി വിസ്തീർണമുള്ള ഒരു ആകാശമാണ് ഈ നക്ഷത്ര സമൂഹത്തെ ചുറ്റിയുള്ളത്. ഈ നക്ഷത്ര സമൂഹത്തിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത് ദളങ്ങളുടെ ഉള്ളിൽ ദളങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നത് പോലെയാണ്. അതായത് നമ്മൾ താമര മൊട്ട് അല്ലെങ്കിൽ താമരപ്പൂ ഇങ്ങനെ വിടർത്തിയെടുക്കുമ്പോൾ ഓരോരോ നിരനിരയായിട്ടാണ്. നിരനിരയെന്ന് പറഞ്ഞാൽ നീളത്തിലല്ല, വട്ടത്തിൽ ഇങ്ങനെ ആദ്യം വൃത്താകൃതിയിൽ ഒരു കുറേ ദളങ്ങൾ, അതിനു ചുറ്റും അതിനേക്കാളും കുറച്ചുകൂടെ വലിയ ദളങ്ങൾ, ഇങ്ങനെയാണ് താമരപ്പൂവിൽ ദളങ്ങൾ വിന്യസിക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെയുള്ള വിന്യാസമാണ് ഈ വൃക്ഷചക്രത്തിലും കാണപ്പെടുന്നത്. ഇപ്പോൾ വൃക്ഷചക്രസ്യ ദ്വിഗുണാപുഷ്ടത അന്തർദള വിസ്താര. അത്രയും വ്യാപ്തിയുണ്ട്. ഭൂമണ്ഡലത്തിൻ്റെ ഇരട്ടി വ്യാപ്തിയുള്ളതാണ് ഈ നക്ഷത്ര സമൂഹം. അത് ദശദിക്കം വിസരത, 4 ദിക്കിലും വ്യാപിച്ചു കിടക്കുന്നു എന്ന് പറഞ്ഞാൽ അത് സദാ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ബിൽവത്വക് സദൃശസ്ഥിതേഹ. ബില്വം എന്ന് പറഞ്ഞാൽ നമ്മൾ കൂവളം എന്ന് പറയും മലയാളത്തിൽ. ബില്വത്തിനാണ് കൂവളം എന്ന് പറയുന്നത്. ആ കൂവളത്തിൻ്റെ ത്വക്ക് പോലെ അതിൻ്റെ ആ തോട് അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ മാംസളമായ ഭാഗം ഉണ്ടാവും. ഇങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിലായി, ഒന്നിൻ്റെ ഉള്ളിൽ മറ്റൊന്ന്, അതിൻ്റെ ഉള്ളിൽ വേറൊന്ന്, ഇങ്ങനെയാണ് ഈ നക്ഷത്രമണ്ഡലം വിന്യസിക്കപ്പെട്ടിരിക്കുന്നത്. സംവിദ്ഘനസ്യ കചനം യാദൃശം കൽപ്പനാത്മകം യദിത്തം സന്നിവേശേന നന്വിയം ജാഗതി സ്ഥിതി. ഇതെല്ലാം രാമ സംവിത്താകുന്ന ആകാശത്തിൻ്റെ വെട്ടിത്തിളക്കം മാത്രമാണ്. സംവിദ്ഘനം എന്ന് പറഞ്ഞാൽ സംവിത്ത് ബോധം, അത് അത്യന്തം സൂക്ഷ്മമാണ്. പക്ഷേ അത് എങ്ങും വ്യാപിച്ചിരിക്കുന്നതായതുകൊണ്ട് അതിനെ സാന്ദ്രം എന്നാണ് വേദാന്ത ശാസ്ത്രം പറയുന്നത്. ഈ സംവിത്തിൻ്റെ ഇടയ്ക്ക് ഇടവെളിയില്ല എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞ സ്ഥലം, ശൂന്യ സ്ഥലമില്ല, വ്യാപിച്ച് കിടക്കുന്നു. ആകാശം പോലും സംവിത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്നില്ല.
സംവിത്ത് സാന്ദ്രമാണ്, നിബിഡമാണ്, ഇടതൂർന്നതാണ് എന്നാണ് പറയുന്നത്. ആ ഘനീഭവിച്ച സംവിത്തിൻ്റെ പ്രകാശം മാത്രമാണ് ഈ ഭൂമിയും ഭൂമിയെ ചുറ്റിയുള്ള ആ നക്ഷത്രമണ്ഡലവും ലോകാലോക പർവ്വതവും മഹാമേരു പർവ്വതവും എല്ലാം. ഇത് വെറും കൽപ്പനാത്മകമാണ്, സങ്കല്പത്തിൽ ഉണ്ടെന്ന് തോന്നുന്നതാണ്. ഇതിനെ ഉണ്ട് എന്ന മനസ്സ് അറിയുന്നത് കൊണ്ട് ഇതുണ്ട്. സങ്കല്പത്തിൽ മാത്രമുണ്ട്, വാസ്തവത്തിൽ ഇല്ല എന്നർത്ഥം. യദിത്തം സന്നിവേശേന, ഇങ്ങനെയാണ് ഭൂമിയും ഭൂമിയെ ചുറ്റിയുള്ള ഈ പറഞ്ഞ പർവ്വതങ്ങളും നക്ഷത്രമണ്ഡലവും ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. ഇതൊക്കെ ചിത്തിൻ്റെ ഭ്രമം മാത്രമാണ്. സംവിദ്ഘനസ്യ ശബളബ്രഹ്മണ, ശബളബ്രഹ്മം എന്ന് പറയും. ശബളം എന്ന് പറഞ്ഞാൽ തിളങ്ങുന്നത്, പ്രകാശിക്കുന്നത്. ബ്രഹ്മം എപ്പോഴും പ്രകാശിക്കുന്നതാണ്. കാരണം അത് ചിത്താണ്, ചൈതന്യമാണ്. അത് ഇരുട്ടല്ല, നിർജീവ വസ്തുവല്ല. ജീവൻ പൊന്തുന്നത് ഈ ചിത്തിൽ നിന്നാണ്. ജീവചൈതന്യം ഉണ്ട് എന്നുള്ള അനുഭവം, ഞാനുണ്ട് എന്നുള്ള അനുഭവം ജീവന്മാർക്കാണ്. ആ ജീവചൈതന്യം പ്രകാശിക്കുന്നത് ഈ ബ്രഹ്മത്തിലാണ്. അതുകൊണ്ട് ജീവനെപ്പോലും പ്രകാശിപ്പിച്ച് തരുന്ന ഒന്നായതുകൊണ്ട് ഇത് ശബളബ്രഹ്മമാണ്. നമ്മൾ പറയാറില്ലേ വർണ്ണശബളം, വർണ്ണങ്ങൾ കൊണ്ട് തിളങ്ങുന്നത് എന്നാണ്. മായയോട് കൂടിയ ബ്രഹ്മം എന്നർത്ഥം, അല്ലെങ്കിൽ സഗുണബ്രഹ്മം എന്നർത്ഥം. അതാണ് ശബളബ്രഹ്മം. ഒരു സങ്കല്പവും ഒരു ദ്വൈത അനുഭവവും ഇല്ലാതെ സാന്ദ്രമായി, സ്വതന്ത്രമായി, കേവലമായി സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മമുണ്ട്. അതിനെയാണ് നിർഗുണബ്രഹ്മം എന്ന് പറയുന്നത്. ആ നിർഗുണബ്രഹ്മത്തിൻ്റെ ഒരംശത്തിൽ മായ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ അത് സഗുണബ്രഹ്മം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ സഗുണബ്രഹ്മത്തെയാണ് നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നത്. പ്രകാശിക്കുന്ന ബ്രഹ്മം, അതായത് സർവജ്ഞത്വം, സർവവ്യാപകത്വം, സർവശക്തിമത്വം, ഈ മൂന്ന് ഗുണങ്ങളും ഈശ്വരന് മാത്രമേ ഉള്ളൂ. ഈ ഈശ്വരനായി പ്രകാശിക്കുന്നത് ബ്രഹ്മമാണ്. പക്ഷേ ഈ ഗുണങ്ങൾ മായയോടുകൂടി ചേരുമ്പോഴാണ് ഈശ്വരന് ലഭിക്കുക. എല്ലാം അറിയാനുള്ള കഴിവ്, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന കഴിവ്, എന്തും ഫലിപ്പിക്കാനുള്ള കഴിവ്, അതൊക്കെ മായയോടുകൂടി ചേരുമ്പോൾ നിർഗുണബ്രഹ്മത്തിന് കൈവരുന്ന ഗുണങ്ങളാണ്. മായയുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായി ഉപേക്ഷിച്ചാൽ ബ്രഹ്മം കേവലമായി ശുദ്ധമായി സ്ഥിതി ചെയ്യും. അതെന്താണ് എന്ന് കണ്ടുപിടിക്കാൻ വയ്യ. കാരണം അത് അത്യന്തം സൂക്ഷ്മമാണ്. ജ്ഞാനികൾ മാത്രമാണ് ആ നിർഗുണ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുന്നത്. മറ്റുള്ളവർക്ക് സഗുണബ്രഹ്മത്തെ ആരാധിച്ച് ഈശ്വരനെ ഉപാസിച്ച് നിർഗുണ ബ്രഹ്മത്തിലേക്ക് എത്താൻ ശ്രമിക്കാവുന്നതാണ്. യദിത്തം സന്നിവേശേന നന്വിയം ജാഗതി സ്ഥിതി. ഈ ശബളബ്രഹ്മത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ സത്യസങ്കല്പാത്മകം യാദൃശം കചനം, സങ്കല്പം പൊന്തുന്ന തലം. ഈശ്വരൻ്റെ ഉള്ളിൽ അഹങ്കാരമില്ല, പക്ഷേ അദ്ദേഹം സർവജ്ഞൻ, സർവവ്യാപി, സർവശക്തൻ എന്നീ ഗുണങ്ങളോട് കൂടിയവനായി തീരുമ്പോൾ അദ്ദേഹം മായയുമായി ബന്ധപ്പെടുന്നു. പക്ഷേ ആ മായ ഈശ്വരനെ വെട്ടിലാക്കുന്നില്ല. അത് ഈശ്വരന് അധീനമായ മായയാണ്. ആ മായയെ തൻ്റെ അധീനത്തിൽ വെച്ചുകൊണ്ടാണ് ഈശ്വരൻ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ നടത്തുന്നത്. ലോകത്തെ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ, ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ മായയുടെ സഹായം കൂടിയേ തീരൂ. ആ മായാശക്തിയെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഈശ്വരൻ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ നടത്തുന്നത്. അപ്പോൾ ആ സത്യസങ്കല്പൻ എന്നുള്ള അവസ്ഥ, സത്യസങ്കല്പൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം സങ്കല്പിച്ചാൽ അത് സത്യമായിത്തീരും. ബ്രഹ്മദേവൻ ചുടുകല്ലും സിമൻറ്റും
മണലും ഒക്കെ ചേർത്തല്ല ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയത്. അദ്ദേഹം സങ്കല്പിച്ചു പ്രപഞ്ചം ഉണ്ടാകട്ടെ എന്ന്. അപ്പോൾ പ്രപഞ്ചം ഉണ്ടായി. ആ പ്രപഞ്ചത്തിലാണ് നമ്മൾ ഇപ്പോഴ് യോഗവാസിഷ്ടം വായിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സങ്കല്പം ആരുടേതായാലും, ഈശ്വരൻ സത്യസങ്കല്പനായാലും അദ്ദേഹത്തിൻ്റെ സങ്കല്പം എന്ന് പറയുന്നത് അദ്ദേഹവുമായി തട്ടിച്ച് നോക്കുമ്പോൾ ഇല്ലാത്തതാണ്. എൻ്റെ സങ്കല്പം എന്നെക്കാളും സത്യം ആവാൻ പറ്റില്ല. എനിക്ക് വേണമെങ്കിൽ സങ്കല്പങ്ങളെ അംഗീകരിക്കാം, അല്ലെങ്കിൽ ഉപേക്ഷിക്കാം. അതുകൊണ്ട് സങ്കല്പങ്ങളെക്കാളും കൂടുതൽ സത്യത്വം എനിക്കുണ്ട് എന്ന് വേണം കരുതാൻ. അപ്പോൾ സത്യസങ്കല്പനായ ഈശ്വരൻ യാദൃശം കചനം, അദ്ദേഹം എങ്ങനെ സങ്കല്പിക്കുന്നുവോ, സങ്കല്പിക്കണമെങ്കിൽ മായയിലൂടെയേ പറ്റൂ. മായാശക്തി അംഗീകരിക്കാതെ സങ്കല്പം സാധ്യമല്ല. മനസ്സ് തന്നെയാണ് സങ്കല്പം എന്ന് പറയുന്നത്. മായ പൊന്തുന്നത് സങ്കല്പ രൂപത്തിലാണ്. അപ്പോൾ സങ്കല്പം എവിടെയുണ്ടോ അവിടെ മായയുടെ പ്രവർത്തനം ഉണ്ട് എന്ന് മനസ്സിലാക്കണം. യാദൃശം കജനം തദേവേ ഇത്തം സന്നിവേശേന ബ്രഹ്മാണ്ഡ തദവയവരൂപേണ ജാഗതീ സ്ഥിതിരിത്യർത്ഥ. ഈ മായ ഈശ്വര സാന്നിധ്യത്തിൽ പ്രകടമാകുന്നു. പലതും സൃഷ്ടിക്കുകയും പലതിനെയും ഇല്ലാതാക്കുകയും ഒക്കെ ചെയ്യുന്നത് മായയാണ്. പക്ഷേ ഈശ്വരൻ്റെ സാന്നിധ്യം കൂടിയേ തീരൂ. ഈശ്വരൻ്റെ സാന്നിധ്യത്തിലാണ് മായ ചേതന എന്ന പോലെ പ്രവർത്തിക്കുന്നത്. അല്ലാതെ മായയ്ക്ക് സ്വയം ഒന്നും ചെയ്യാനുള്ള കഴിവില്ല. കാരണം അത് സ്വയം ഇല്ലാത്തതാണ്. അത് ഭ്രമമാണ്. ഇങ്ങനെയാണ് രാമ ബ്രഹ്മാണ്ടവും ബ്രഹ്മാണ്ടത്തിൻ്റെ അവയവങ്ങളും അനേകം ജഗത്തുകളും സ്ഥിതി ചെയ്യുന്നത്. നക്ഷത്രചക്രാദ്വിഗുണം തതോന്യദ്വിദ്യതേ നഭഃ തച്ച ക്വചിത് പ്രകാശാഢ്യം ക്വചിത് സാന്ദ്രതമോമയം. ഈ നക്ഷത്രചക്രത്തിനും അപ്പുറത്ത് എന്തുണ്ട്? നക്ഷത്രചക്രത്തിൻ്റെ അപ്പുറത്ത് ഒരു ശൂന്യാകാശം മാത്രമേ ഉള്ളൂ. അത് ഇതിനു മുമ്പ് പറയപ്പെട്ട ആകാശമല്ല. ഈ ആകാശത്തിൽ തന്നെ തരംതിരിവുകളുണ്ട്. ഭൂമിയിലുള്ള തരംതിരിവ് പോലെ തന്നെ ഇങ്ങ് കന്യാകുമാരി മുതൽ വടക്ക് ഹിമാലയ പർവ്വതം വരെ വ്യാപിച്ച് കിടക്കുന്നതാണ് ഭാരത ഭൂഖണ്ഡം, അല്ലേ? അതിനപ്പുറത്ത് നമ്മൾ പാകിസ്ഥാൻ എന്ന് പറയും, അല്ലെങ്കിൽ ബംഗ്ലാദേശ് എന്ന് പറയും, ഭൂട്ടാൻ എന്ന് പറയും, നേപ്പാൾ എന്ന് പറയും, ചൈന എന്ന് പറയും, ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ. ഈ അതിർത്തി മനുഷ്യർ ഉണ്ടാക്കിയതാണ്. ഭൂമി വാസ്തവത്തിൽ ഒന്നല്ലേ ഉള്ളൂ. നമ്മൾ ഈ ഒരേ അച്ഛൻ്റെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ സഹോദരന്മാർ, അച്ഛൻ്റെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി വിഭജിക്കുന്നില്ലേ? എനിക്ക് 3 സെൻറ്റ്, നിനക്ക് 4 സെൻറ്റ്. അനിയത്തി അവൾ കല്യാണം കഴിഞ്ഞ് പോയതുകൊണ്ട് 2 സെൻറ്റ് കൊടുത്താൽ മതി. അവളുടെ പങ്ക് കൂടെ നമുക്ക് വീതിച്ചെടുക്കാം. കെട്ടിച്ചു വിട്ടില്ലേ? സ്ത്രീധനമൊക്കെ കൊടുത്തല്ലേ വിട്ടത്. ഇനിയും പിന്നെ ഈ ഭൂമിയിൽ അവകാശം കൊണ്ടുവന്നാൽ അതൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ ഈ ഒന്നായിരിക്കുന്ന ഭൂമിയെ പലതായി വിഭജിക്കുന്നു. എന്നിട്ട് ഈ ചെറിയ കഷണം എൻ്റെ, അതിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന ആ ചെറിയ കഷണം ഭൂമി മറ്റൊരാളുടെ. വാസ്തവത്തിൽ ഭൂമിക്ക് ഈ വേർതിരിവുണ്ടോ? ഭൂമി എന്ന് പറയുന്നത് ആ ഭൂപ്രദേശം, ഭൂമി ഒന്നാകെ അത് ഒന്നാണ്, അതിൽ തരംതിരിവില്ല. അതുപോലെ ഈ ആകാശം ഒന്നാണെങ്കിലും ഓരോ ഈ ആകാശത്തിൽ എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യത്തെ വർണ്ണിക്കുമ്പോൾ ഈ ആകാശത്തിനും വിഭജനം ഉള്ളതുപോലെ വസിഷ്ഠ മഹർഷി ചിത്രീകരിക്കും.